ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ചാച്ചുവിൻ്റെ ഒരു മാജിക് സ്ലേറ്റിൽ വെറുതെ ഒരു ഫിഷിനെ വരച്ചു കൊടുത്താണ്. അവനാണെങ്കിൽ ഫിഷ് എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനെ വിളിച്ചിട്ട് നമുക്കൊരു ഫിഷ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. നേരെ ചാച്ചുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് പിന്നെ പറയണ്ടല്ലോ. എന്റെ പൊന്നു ചാച്ചേ, ഇത്ര നേരം കഷ്ടപ്പെട്ട് പിടിച്ച മീൻ നിനക്കിപ്പോ കൊണ്ടുതരല്ലേ, നീ കാത്തിരുന്നോട്ടോ, ഇപ്പൊ കിട്ടുന്ന നിനക്ക്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തേ ചാച്ചു പറഞ്ഞ വാക്ക് തട്ടിക്കളയുണ്ട്. ചാച്ചുൻ്റെ അച്ചച്ചൻ്റെ അല്ല അടിപൊളി 1.5 ചെമ്പല്ലി 3 കിലോയോളം വരുന്ന അടിപൊളി ചെമ്പല്ലിയാണ് അച്ചാച്ചൻ കൊണ്ടുവന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് നേരാക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ചാച്ചൻ തന്നെ വന്ന ഡ്രസ്സിൽ തന്നെ ഒന്നും മാറാതെ നേരെ ചാച്ചുട്ടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കല്ല, കണ്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്, കൈ വെക്കാൻ ആരുമില്ല എന്ന് മാത്രം. കൂടെ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള നമ്മുടെ കൂട്ടുകാരൻ കൂടെ ഉണ്ട്. അവൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവൻ ഇങ്ങനെ വിജൃംഭിച്ച് നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കാണാൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ആമിക്കുട്ടിയും വന്നിട്ടുണ്ട്. അവളും ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര ലെങ്ത്തുള്ള ഈ ഒരു ഫിഷ് കട്ടിങ് വീഡിയോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുക്കിങ്ങിൽ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി നമ്മൾ കഴിക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ എത്രത്തോളം പാടുണ്ടെന്നും കൂടി അറിയാനായിട്ടാണ്. മാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ ചെമ്പല്ലി മേടിക്കുകയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണത് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് കട്ടിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ നമ്മളുടെ മംഗളും കൂടെ ആഡ് ആയിട്ടുണ്ട്. കാരണം അവന് ഇതൊക്കെ കണ്ടപ്പോൾ വെട്ടി നോക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ്. പിന്നെ ഇപ്പുറത്ത് നിൽക്കണ അമ്മതേ കഷ്ടം വെച്ച് നിൽക്കണം, എങ്ങനെ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുക. ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ ചെമ്പല്ലി ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അച്ഛൻ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് അമ്മ വീഡിയോ ഒക്കെ തകൃതിയിട്ട് നോക്കണം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ അതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായ രീതിയിൽ പ്രത്യേക മസാലകളൊക്കെ ചേർത്തിട്ട് ഇവനെ അങ്ങോട്ട് നമുക്ക് കറി വയ്ക്കുകയും ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വരെ കാണാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ അച്ഛൻ എത്രയൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് കഴിയണില്ല കേട്ടോ, വീണ്ടും 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 പണി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്നതില്ലേ നമ്മുടെ ഫിഷിൻ്റെ നെയ്യാണ്, നെയ്യും പിന്നെ നമ്മളുടെ മുട്ടയൊക്കെയാണ് കേട്ടോ അതിൽ നിന്ന് എടുക്കുന്നത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. കണ്ടോ, അപ്പോൾ ഫൈനലി നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അമ്മ. അതിന് ശേഷം വറുക്കാനുള്ള മസാലകളൊക്കെ നമ്മൾ തേച്ച് വെക്കുന്നുണ്ട് ഒരു സെക്ഷനായിട്ട്. ആ വറുക്കുന്നതിൻ്റെ റെസിപ്പി, അതായത് ഫ്രൈഡ് റെസിപ്പി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇതേ നമ്മുടെ ചെമ്മീൻ നന്നാക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് പിന്നത്തേക്ക്. അപ്പോൾ ഫിഷ് ഫ്രൈ റെസിപ്പി നമുക്ക് അടുത്തതിൽ കാണാം. ഇപ്പോൾ ഈ കാണിക്കുന്നത് കണ്ടോ, അത് വെളിച്ചെണ്ണ അല്ല കേട്ടോ, നമ്മൾക്ക് ഈ ഒരു ഫിഷിൽ നിന്ന് കിട്ടിയ ആ നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് നമ്മൾ ഉരുക്കിയെടുത്താണ്. കാരണം അത് കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ ഈ മീനെണ്ണ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യ് ഉരുക്കിയാണ് നമ്മളതിൽ പച്ചമുളകും സവാളയും അതുപോലെ കുഞ്ഞുള്ളിയും ഇഞ്ചി ഒക്കെ കൂടി എടുത്ത് നല്ലോണം വാട്ടുകയാണ് ചെയ്യണത്. ഇതിലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ആ നെയ്യ് മാത്രമാണ്. എന്തോരം നെയ്യാണെന്നറിയോ നമുക്കത് ഉരുക്കിയ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ അല്ല നന്നായി വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ആ മീനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മസാല തിരുമ്മി വെക്കുകയാണ് ചെയ്യണത്. കാരണം വേറൊന്നുമല്ല, ഈ വലിയ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് നമുക്ക് ഈ മസാലകളൊക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വറുക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെ ഇതൊക്കെ ഒന്ന് മസാലകളൊന്ന് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് തിരുമ്മി മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നീട് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുള്ള ആ ഉരുളിയിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മീനിൽ പുരട്ടി വെച്ചിട്ടുള്ള അതേ മസാലകൾ തന്നെയാണ്. മഞ്ഞൾപ്പൊടി, നമ്മളുടെ ആവശ്യത്തിന് എരിവ്, എത്ര എരിവാണോ നമുക്ക് വേണ്ടത് ആ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. കാരണം ഓൾറെഡി നമ്മളിതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മുളക് പൊടി ആവശ്യത്തിന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി, അത് വേറെ ഒന്നിനുമല്ല, നമുക്ക് നല്ലൊരു കളറും കൂടി കിട്ടാനായിട്ടാണ് അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒരു പച്ച മണം മാറുന്നത് വരെ ആ ഒരു നെയ്യിലിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. ഇപ്പോൾ ഈ ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്, വേറെ ഒന്നും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മീനിൻ്റെ നെയ്യിൽ ഇങ്ങനെ കറി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം വരണ്ടെന്നുള്ളതുകൊണ്ടാണ് ഒന്ന് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി നല്ലോണം പഴുത്ത തക്കാളിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലപോലെ ആ മസാലയിലേക്ക് യോജിക്കുന്ന പോലെ നന്നായി ഇളക്കിയതിന് ശേഷം ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു പുളിവെള്ളം ഉണ്ടല്ലോ, നമ്മുടെ കുടംപുളി വെള്ളം, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക കേട്ടോ.
അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, തിളയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ. അതിന് ശേഷം ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി മസാല പുരട്ടി വെച്ച നമ്മളുടെ ആ മീൻ കഷ്ണങ്ങളും കൂടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഉരുളിയാണ്, പക്ഷേ അതിലും കൂടി നമുക്ക് ഈ കഷ്ണങ്ങൾ തികയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറയാനുള്ളത്. കാരണം അത്രയും വലിയ കഷ്ണങ്ങളാണ് നമുക്ക് കിട്ടിയത്. കാരണം 3 കിലോ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ മീൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടോ, ഭയങ്കരമായിട്ട് ഇളക്കാൻ പാടില്ല, കാരണം പൊടിഞ്ഞു പോകും കഷ്ണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്ന് തിളയൊക്കെ വന്നതിന് ശേഷം പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളുടെ കയ്യിലിട്ടൊന്ന് മറിച്ച് കൊടുത്താൽ മതി കേട്ടോ, പതുക്കെ എവിടെയും തട്ടാത്ത പോലെ. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, കാരണം ഇതിനാവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടോ, ഇത് വേകാനുള്ള ഒരു ഇതുണ്ടോ എന്നൊക്കെ, അതൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കാം. പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ചിലപ്പോൾ നമുക്ക് ഈ ഗ്രേവി തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കറികളുടെ ടേസ്റ്റ് വ്യത്യാസം വരും. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി കറിക്ക് ടേസ്റ്റ് കൂടുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവി ചൂടുവെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ട് കേട്ടോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അത് ഒന്ന് മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചതും കണ്ടില്ലേ, നമ്മളുടെ ആ ഒരു റെഡ് കളർ എന്നുള്ളതൊന്ന് മാറി ഒന്ന് ലൈറ്റർ ഔട്ട് ആ കളർ. ഇതേ ഇപ്പുറത്ത് നമ്മുടെ ഫിഷ് ഫ്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട്. രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു കറി ആയിട്ടുണ്ട്. കറി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രീം. ഇത് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, കണ്ട ശരിക്കും അധികം ഗ്രേവി ഇല്ല, പക്ഷേ എന്നാലും ആവശ്യത്തിനുള്ളൊരു ഗ്രേവി നമുക്കിതിൽ കിട്ടും. പിന്നെ നല്ല കഷ്ണങ്ങളൊക്കെ ഇട്ട് ഞങ്ങളത് സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി എടുത്ത് വെച്ചേക്കാം. നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇനി അഡീഷണലായിട്ട് നമ്മളിതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആവശ്യത്തിനുള്ള കറികളൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കൂടെ നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ട്. ശരിക്കും ഫിഷ് ഫ്രൈ നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും അൽഫാം പോലെയാണ് കേട്ടോ കറക്റ്റ് തോന്നുന്നത്, കാരണം അത്രയും വലിപ്പമുള്ളതാണ്. ഇനി നമ്മുടെ ടേസ്റ്റ് നോക്കുന്ന ടൈമാണ്. ആവശ്യത്തിന് ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ ഒരു വലിയൊരു കഷ്ണം കേട്ടോ, ആ കഷ്ണവും കുറച്ച് ഗ്രേവിയും കൂടിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഫ്രൈ പീസ്. കണ്ടില്ലേ, ശരിക്കും അൽഫാം പോലെ തന്നെ ഉണ്ട്, എക്സാക്റ്റ് അതാണ് ലുക്ക് വരുന്നത്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്, പ്രത്യേകിച്ച് നമ്മളുടെ ഫിഷ് ഫ്രൈ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ ചാച്ചു കൂർക്കം വലിച്ചുറങ്ങണം. നമ്മൾ ഈ ഫുഡ് കഴിച്ചപ്പോൾ 11 മണിയായി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവരും